പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ രണാസൻ എന്നൊരു വില്ലേജിലെ കൃഷിസ്ഥലമാണ് നമ്മുടെ പരിചയപ്പെടുത്തുന്നത്. വളരെ ഫലഭൂയിഷ്ടമായ കൃഷിസ്ഥലമാണിത്. പലതരം കൃഷികൾ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് കൃഷി, തഴച്ച് വളർന്നു നിൽക്കുന്ന ഗോതമ്പ് ചെടികളാണ് ഇവിടെ കാണുന്നത്. ഇതിനപ്പുറത്ത് പുകയില, അതിനപ്പുറത്ത് കടുക് കൃഷി ചെയ്തിരിക്കുന്നു. ഇതും കടുകാണ്. 24/7 വെള്ളവും ഇലക്ട്രിസിറ്റിയും കിട്ടുന്നൊരു സ്ഥലമാണ് ഗുജറാത്ത്. പ്രത്യേകിച്ച് ഈ രണാസിനെ പോലെയുള്ള വില്ലേജിൽ വളരെ പ്രബുദ്ധരായ കർഷകരാണുള്ളത്. പലതരം കൃഷികൾ അവർ കൃഷി ചെയ്യുന്നു, പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. എല്ലാവരും വളരെ റിച്ചാണ് ഇവിടുത്തെ ഫാർമേഴ്സ്. കാരണം ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ട്, അതോടൊപ്പം വാട്ടർ സപ്ലൈ ഉണ്ട്, പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പലതരം കൃഷികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാടത്തിനപ്പുറത്ത് നമ്മൾ കാണുന്നത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. ഏകദേശം 1 മാസമായ ചെടികളാണ് ഇവിടെ കാണുന്നത്. കിഴങ്ങൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഉണ്ടോ, മണ്ണുണ്ടോ, എത്ര സോഫ്റ്റ് മണ്ണാണെന്ന് നോക്കി. ഇവിടെ ഉണ്ടോ, ഇതാണ് ചുവട്. പൊട്ടറ്റോ ഒന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, അവർ എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടി. ഈ ഏരിയ മുഴുവനും പൊട്ടറ്റോ കൃഷിയാണ്. ഇതിനപ്പുറത്തെ പാടത്ത് നിലക്കടലയാണിത്, ഗ്രൗണ്ട്നട്ട്. ഇതും ഏകദേശം 1 മാസം ആയ ചെടികളാണ്. ചില ചെടികളിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കും. ഫെബ്രുവരി, ഇന്ന് ജനുവരി 3-ാം തീയതി 2026 ജനുവരി 3. 2 മാസം കഴിയുമ്പോൾ ഫെബ്രുവരി അവസാനത്തോടു കൂടി, അല്ലെ മാർച്ച് ആദ്യത്തോടു കൂടി ഇവർ വിളവെടുപ്പ് തുടങ്ങും. ഇതിൻ്റെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്, നിരപ്പായ സ്ഥലം. പലരുടെ കൃഷിസ്ഥലമാണ്. നാട്ടിലെ പല വേലിയൊന്നും കെട്ടി മറച്ചിട്ടില്ല. ചെറിയ ഒരു നൂൽക്കമ്പിയിട്ട് മറച്ചിട്ടുണ്ട് പലരുടെയും കൃഷിസ്ഥലങ്ങൾ തമ്മിൽ. എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. ഈ സ്ഥലങ്ങളിലേക്ക് വരുമ്പം മനസ്സിനൊരു പ്രത്യേക കുളിർമയാണ് കിട്ടുന്നത്. എവിടെയും പച്ചപ്പ്. ഗുജറാത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ വിചാരിക്കും ഇതൊരു സെമി ഡെസേർട്ടാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, എവിടെയും പച്ചപ്പ്. കേരളത്തെ പോലെ തന്നെ എവിടെയും പച്ചപ്പുണ്ട്, കൃഷിയുണ്ട്. ഇഷ്ടംപോലെ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം വളരെ കുറവാണ്. ഇവിടെ ഒരു അര ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യാതിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥന് ഇവിടെ ഇല്ലായിരിക്കും. അതിൻ്റെ അക്കാരണത്താലായിരിക്കും ഇവിടെ കൃഷി ചെയ്യാത്തത്. ഇവിടെ ഉടമസ്ഥരുണ്ടെങ്കിൽ അവർ കൃഷി തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ദൂരെ ഒരു ചേട്ടൻ കടുകിന് വളവിടുന്ന സീനാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ. ആ ചേട്ടനാണ് എന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ വിളിച്ചുകൊണ്ട് വന്നത്. എനിക്ക് പരിചയമില്ല. ഞാൻ റോഡിൽ നിന്നോ ചോദിച്ചു, വീഡിയോ എടുത്തിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. എല്ലാം എടുത്തോളാൻ പറഞ്ഞു, എല്ലാ വീഡിയോയും എടുത്തോളാൻ പറഞ്ഞു.
ഇനി അടുത്തൊരു വീഡിയോയായി വരുന്നതുവരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഇൻഫോർമേഷൻ കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് ഇടുക. ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് കൂടുതൽ ഇൻഫോർമേഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ, കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രാക്ടിക്കൽ നോളജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ഇടുക. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എന്നാൽ ആവുന്ന വിധം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Okay, bye bye for this time. We will meet again with another video from Gujarat. Bye, see you.